നമസ്കാരം. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം കേരളീയരുടെ മനസ്സുകളിലേക്കും ചിരകാല സ്മരണകളിലേക്കും ഊളിയിട്ടിറങ്ങുന്ന ഒരു വല്ലാത്ത അനുഭവമായി മാറുന്നത്, ഒരു വികാരമായി മാറുന്നത് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഓണാഘോഷങ്ങൾ ഓൺലൈനായി സംഘടിപ്പിക്കപ്പെടുമ്പോഴാണ്. ലോകത്താകമാനം ഭീതി പടർത്തിക്കൊണ്ട് ഒരു സൂക്ഷ്മാണു നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ഈ സാഹചര്യത്തിൽ മാവേലി തമ്പ്രാനെ വരവേൽക്കാൻ ആബാലവൃദ്ധം ജനങ്ങളും ശാരീരികമായും മാനസികമായും സാമൂഹികമായും തയ്യാറായ ഈ വേളയിൽ COVID-19 എന്ന് ലോകാരോഗ്യ സംഘടന നാമകരണം ചെയ്ത കൊറോണ വൈറൽ ഡിസീസ് 2019 ലോകത്താകമാനം വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ 1/4 കണക്കെടുത്താൽ മനസ്സിലാവും മലയാളികൾക്ക് കാണം വിറ്റാൽ പോലും അടുത്ത 2-3 ഓണം പോലും കൊള്ളാൻ കഴിയില്ല എന്നുള്ളത്. ലോക സമ്പദ്ഘടനയെ തന്നെ കീഴ്മേൽ മറിച്ച വൻ രാഷ്ട്രശക്തികളെ, സാമ്രാജ്യങ്ങളെ കൂപ്പുകുത്തിച്ച, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വേർതിരിവില്ലാത്ത സർവരെയും സമന്മാരായി കണ്ട കൊറോണയെ ഭീതിയോടെ നേരിടാനേ ഇന്നും ശാസ്ത്രലോകത്തിനു പോലും സാധിച്ചിട്ടുള്ളൂ. കേരളത്തിനും കൊറോണ വിതച്ച വിനകൾ ചെറുതല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണകൂടവും നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മുടെ സേനാ വിഭാഗങ്ങളും ഒരുമിച്ചൊരൊറ്റ മനസ്സോടെ ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊറോണയുടെ രംഗപ്രവേശം മലയാളികൾക്ക് തങ്ങളുടേതു മാത്രമായ പല ആചാരങ്ങളും ആഘോഷങ്ങളും മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ താളം തെറ്റൽ സ്വാഭാവികമായും നമ്മുടെ സാംസ്കാരിക മേഖലയെയും സാരമായി ബാധിച്ചു. വേദികൾ നഷ്ടപ്പെടുമ്പോൾ, അവസരങ്ങൾ ഇല്ലാതാവുമ്പോൾ കല മരിക്കുന്നില്ല, കൂട്ടായ്മകൾ ഇല്ലാതാവുന്നില്ല, സാമൂഹ്യ ഐക്യം തകരുന്നില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് പുരോഗമന കലാസാഹിത്യ സംഘം ഇവിടെ ശ്രമിക്കുന്നത്. സ്വന്തം പൗരത്വം പോലും അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഈ വർഗീയ ഫാസിസത്തിനുമീതെ COVID-19 പോലുള്ള അതിമാരകമായ പകർച്ചവ്യാധികൾ താണ്ഡവമാടുമ്പോൾ സാംസ്കാരിക അവതരണത്തിന് ഒരു ഇടം എന്നോണം ഒരുക്കുന്ന ഈ കലാസംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പുതുശ്ശേരി മേഖലാ കമ്മിറ്റി ഒരുക്കുന്ന ഈ കലാസംഗമത്തിൽ മേഖലയിലെ 7ഓളം യൂണിറ്റുകളിൽ നിന്ന് 100ഓളം കലാകാരന്മാർ വിവിധ കലാപരിപാടികളുമായി 7 അതിഥികളായെത്തുന്ന സാഹിത്യകാരന്മാരോടൊപ്പം നടക്കുന്ന ഈ സാംസ്കാരിക സംഗമത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കലാസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന ട്രഷററും കൈരളി TV ചാനൽ ഡയറക്ടറും പാലക്കാട് ജില്ലാ ലൈബ്രറിയുടെയും OV വിജയൻ സ്മാരക സമിതിയുടെയും സെക്രട്ടറിയായ സമുന്നതനായ ആരാധ്യനായ സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ TR അജയൻ സാറാണ്. സാറിനെ ഈ കലാസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ കലാസംഗമത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന സഹോദരങ്ങൾ, ഇതിന് പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള പുരോഗമന കലാസാഹിത്യ സംഘം പുതുശ്ശേരി ഏരിയ പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് സി ചൈതന്യകൃഷ്ണൻ, സെക്രട്ടറി സെയ്ദ് മുസ്തഫ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ എല്ലാവർക്കും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളും ഓണാശംസകളും അർപ്പിക്കുന്നു.
ലോകചരിത്രം നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധങ്ങളായി, കോളറ, വസൂരി, പ്ലേഗ് തുടങ്ങിയ മഹാമാരികളായി, വലിയ പ്രളയങ്ങളായി, കൊടുങ്കാറ്റുകളായി ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തിയ അത്യാഹിതങ്ങൾ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവയൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം ബാധിച്ചവയായിരുന്നു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തെ മുഴുവൻ ബാധിച്ച ദാരുണമായ അവസ്ഥയാണ് കോവിഡ്-19 നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. സമൂഹം തന്നെ പിഴുതെറിയപ്പെട്ട, മനുഷ്യരെല്ലാവരും അവരവരുടെ വീടുകളിൽ തളച്ചിടപ്പെടുന്ന, കൂട്ടായ്മകൾ നിഷേധിക്കപ്പെടുകയും മനുഷ്യർ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ദുഃഖകരമായ സാഹചര്യം. നിസ്സഹായതയുടെ വാതിൽപ്പുറ കാഴ്ചകളാണ് നമുക്ക് ചുറ്റും. ലോകം മുഴുവൻ ഒരൊറ്റ ചര്യയിലേക്ക് മാറുന്നത് നാം കാണുന്നു. അധ്വാനവും തൊഴിലും വ്യാപാരവും ലോകക്രമത്തിലാവുന്നതും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. കോവിഡ് മുക്ത അവസ്ഥ ഉടനെയൊന്നും ഉണ്ടാവാൻ ഇടയില്ല എന്ന സത്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും ഒരു കുറ്റപത്രം പോലെ വീട്ടുമുറ്റത്ത് എത്തുന്ന വൃത്താന്തപത്രങ്ങളും വാർത്താ ചാനലുകളും നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ആസുര കാലഘട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഒന്നും ചർച്ച ചെയ്യാൻ കഴിയാത്ത ഈ സന്നിഗ്ധാവസ്ഥയിൽ നവമാധ്യമങ്ങളിലൂടെ വലിയ കൂട്ടായ്മകൾ സൃഷ്ടിക്കാൻ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ മനസ്സിൻ്റെ നിറവും മണവും ഊഷ്മാവും ഉൾക്കൊണ്ട അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പുതുശ്ശേരി മേഖലയിലെ 7 യൂണിറ്റുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് മുതൽ സെപ്റ്റംബർ 3 വരെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന മേഖലാതല ഓണാഘോഷം ഓൺലൈനിൽ നടത്താൻ നിങ്ങൾ കാണിച്ച ആർജവത്തെ സഹർഷം അഭിനന്ദിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടെ 2020 പുരോഗമന കലാസാഹിത്യ സംഘം പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഓണം എന്ന നമ്മുടെ ഉത്സവം നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നന്മയുടെ, ഉണ്മയുടെ, തെളിമയുടെ, നേരിൻ്റെ, സമത്വത്തിൻ്റെ ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നുവെന്ന് ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നായിരുന്ന, കള്ളവും ചതിവുമില്ലാത്ത, കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത, പൊളിവചനം എള്ളോളം പോലും ഇല്ലാതിരുന്ന സമത്വസുന്ദരമായൊരു കാലഘട്ടത്തിൻ്റെ മധുരസ്മരണകൾ അയവിറക്കാനും ആ നല്ല കാലം തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് നാം ഓണത്തെ വലിയ ആഘോഷമാക്കി മാറ്റുന്നത്. ഭാരതത്തിലെ പൊതുസമൂഹത്തെ സാംസ്കാരികമായ അൽഷിമേഴ്സ് ബാധിച്ചു കഴിഞ്ഞ 6 കൊല്ലത്തെ കാര്യങ്ങൾ നാം അനുഭവിച്ചറിഞ്ഞതാണ്. ഒരു ജനതയുടെ സാംസ്കാരികമായ നിലനിൽപ്പിന് ആവശ്യമായ ഓർമ്മകൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ സങ്കടത്തോടുകൂടെ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. പറുദീസ നഷ്ടത്തിൻ്റെ വ്യാകുലതകളും ആകുലതകളും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് ചെഗ്വേരയാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മെ ഓർപ്പിപ്പിച്ചുകൊണ്ടേയിരുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കടമ്മനിട്ടയായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അവരെ ഭരിക്കുന്ന സംഘപരിവാറും നാനാത്വത്തിലെ ഏകത്വം എന്ന ഭാരതീയ സങ്കല്പം, ചിന്താധാര എല്ലാം മായ്ച്ചു കളയാനും അസഹിഷ്ണുതയുടെ പുതിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി ജനത്തെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുമുള്ള കുൽസിത ശ്രമങ്ങൾ തുടർച്ചയായി നടത്തുന്നത് നാം കാണുന്നു. അതിതീവ വർഗീയതയും ചങ്ങാത്ത മുതലാളിത്തവും സാമ്രാജ്യത്വദാസ്യവും അരങ്ങ് തകർക്കുന്ന ആസുരകാലത്തിൽ അപരബഹുമാനവും സഹിഷ്ണുതയും അന്യമാകുന്നു.
മനുഷ്യബന്ധങ്ങളും സാമൂഹിക ജീവിതവും പാരസ്പര്യമറ്റ തുരുത്തുകളായി ന്യൂനീകരിക്കപ്പെട്ടിരിക്കുന്നു. പൊതുമണ്ഡലങ്ങളും പൊതു ഇടങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ബഹുസ്വരതയും സാംസ്കാരിക വൈവിധ്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. ഇന്ത്യൻ ദേശീയതയെ ഹിന്ദു ദേശീയതയായി അടയാളപ്പെടുത്തുന്നു. കമ്പോളയുക്തിയും ശക്തിയും മനുഷ്യ മനസ്സുകളെ കീഴ്പ്പെടുത്തുന്നു. അഴിമതി സമൂഹത്തെ കാർന്നു തിന്നുന്നു. ഈ സന്നിഗ്ധാവസ്ഥയിൽ അവയ്ക്കെതിരെ ഒന്നിച്ചു പടപൊരുതേണ്ട ഒരിടമാണ് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് വിശേഷിക്കപ്പെടുന്ന മാധ്യമങ്ങൾ. മാധ്യമങ്ങൾ പെയ്തുകൊണ്ടിരിക്കുന്ന പെരുമഴയിൽ നിന്ന് ഒരു കുടയും നമ്മെ രക്ഷിക്കാറായിട്ടുണ്ട്. പത്രങ്ങളായോ വാണികളായോ ദർശനങ്ങളായോ വിരുന്നു വരുന്ന മാധ്യമങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇലക്ട്രോണിക് യുഗം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തെ മാധ്യമങ്ങൾ ഒരു കണ്ടക്റ്റഡ് ടൂറാക്കി മാറ്റി തീർക്കും. നാം കാണേണ്ട കാഴ്ചകളും നാം വാങ്ങേണ്ട വസ്തുക്കളും നാം കൊടുക്കേണ്ട ബില്ലുകളും മുൻപേ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പുതിയ കാലത്തെ മനുഷ്യൻ്റെ നിസ്സഹായമായ അവസ്ഥ. ഈ ഗതികേടിലേക്ക് നമ്മെ നയിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കാണെന്ന് പറയാതെ വയ്യ. മാധ്യമങ്ങളുടെ അമ്പരപ്പിക്കുന്ന സ്വാധീനം മലയാളിയിൽ എത്രയാണെന്നറിയാൻ മലയാളി ഓരോ വർഷവും മാധ്യമങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യയിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ മാത്രം മതി. പത്രങ്ങളും ആനുകാലികങ്ങളും വാങ്ങാൻ മലയാളി ഒരു വർഷം 441 കോടി രൂപയും TV കാണാൻ 500 കോടി രൂപയും മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, മറ്റു നൂതന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി 2600 കോടി രൂപയും ചെലവാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നാം ഒരു ദിവസം പത്രം വാങ്ങാൻ 121 ലക്ഷം രൂപയും TV കാണാൻ 137 ലക്ഷം രൂപയും മൊബൈൽ, ഇൻ്റർനെറ്റ് എന്നിവയ്ക്കായി 712 ലക്ഷം രൂപയും ചിലവിടുന്നു. അതിനർത്ഥം കേരളീയർ ഒരു ദിനം മാധ്യമങ്ങൾക്കായി 970 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു എന്നതാണ്. അതായത് 24 മണിക്കൂറും മാധ്യമ സന്ദേശങ്ങൾക്ക് നടുവിലാണ് മലയാളി. സ്വാഭാവികമായും അവൻ്റെ ചിന്തകളെയും വിലയിരുത്തലുകളെയും പ്രതികരണങ്ങളെയും സാംസ്കാരിക രൂപീകരണത്തെയും എല്ലാം സ്വാധീനിക്കുന്നത് മാധ്യമങ്ങളാണ്. ഈ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടും മാത്രമേ മാധ്യമപ്രവർത്തനത്തിലെ ഇന്ന് നടക്കുന്ന ദുഷ്പ്രവണതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ആവും. നമ്മുടെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളായ നിയമനിർമ്മാണ സഭ, നീതിന്യായ വ്യവസ്ഥ, ഉദ്യോഗസ്ഥ വൃന്ദം, മാധ്യമങ്ങൾ എന്നിവയിൽ ഏറ്റവും സ്വതന്ത്രവും ബലവുമുള്ള തൂണായിട്ടാണ് മാധ്യമങ്ങളെ വിഭാവന ചെയ്തിട്ടുള്ളത്. മാധ്യമങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇബ്സൻ്റെ പ്രസിദ്ധമായ ഒരു പൊതുശത്രു, എനിമി ഓഫ് ദ പീപ്പിൾ എന്ന നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഡോക്ടറുടെ ഇച്ഛാശക്തിയാണ് ഓർമ്മ വരേണ്ടത്. സത്യത്തിൻ്റെ ശബ്ദം ഒറ്റപ്പെട്ടതാണ്, ചിലപ്പോൾ ക്ഷീണിതവുമായിരിക്കും. എങ്കിലും ഇത് കേൾപ്പിച്ചേ തീരൂ എന്ന പ്രതിബദ്ധതയാണ് പത്രങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും വേണ്ടത്. കൂടെ ഏറ്റുപറയാൻ ആളുണ്ടാവണമെന്നില്ല. ഭ്രാന്തവചനമെന്ന് ആൾക്കൂട്ടം വിധി എഴുതിയേക്കാം. ഇബ്സൻ്റെ ഡോക്ടറുടെ അവസ്ഥ അതായിരുന്നു. ആരും കൂടെയില്ലെങ്കിലും കാലഘട്ടത്തിനും സമൂഹത്തിനും മനുഷ്യരാശിക്കും ആവശ്യമാണെന്ന് തോന്നി നിലപാടുകൾ സ്വീകരിക്കുമ്പോഴേ ക്രിയാത്മകമായ പത്രപ്രവർത്തനം രൂപമെടുക്കുകയുള്ളൂ. സ്വാതന്ത്ര്യലബ്ധി വരെയുള്ള കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തനം ഇത് സാധൂകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് പല കാരണങ്ങളാൽ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിനും സംഭവിച്ച മൂല്യച്യുതിയുടെയും വാണിജ്യവൽക്കരണത്തിൻ്റെയും ഫലമായി മാധ്യമപ്രവർത്തനം അത് ആവശ്യപ്പെടുന്ന മൂല്യങ്ങളിൽ നിന്ന് അകന്ന് പോകുന്നതാണ് നാം കാണുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരേ തരത്തിൽ ഒരേ വികാരത്തോടെ ഒരേ ശബ്ദത്തിൽ സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു നമ്മളെങ്കിൽ ഇന്ന് പലതരത്തിൽ ചിന്തിക്കുന്ന ആൾക്കൂട്ടമായി നാം മാറിയതുപോലെ മാധ്യമങ്ങളും അസത്യങ്ങൾ അർദ്ധസത്യങ്ങളായും അർദ്ധസത്യങ്ങൾ സത്യങ്ങളായും അവതരിപ്പിക്കാൻ മത്സരിക്കുന്നത് നാം കാണുന്നു. ഏതു വാർത്തയും വൈകാരികമാക്കി മാറ്റാനും സെൻസേഷൻ വഴി തങ്ങളുടെ പരസ്യ വരുമാനവും സർക്കുലേഷനും ഗണ്യമായി വർദ്ധിപ്പിക്കാനും മാത്രം ശ്രമം നടന്നപ്പോൾ മാധ്യമങ്ങളുടെ
വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടത്. മഹാഭാരതത്തിൽ അശ്വത്ഥാമ ഹതകുഞ്ചര എന്ന വാക്യം ഉദ്ധരിക്കുമ്പോൾ എന്തു കേൾക്കണം എന്തു കേൾക്കരുതെന്ന് യുധിഷ്ഠിരൻ ഉറപ്പിച്ചിരുന്നു. കള്ളൻ പറയാത്തവൻ എന്ന സൽകീർത്തി നിലനിർത്തി ഗുരുവിൻ്റെ അന്ത്യമുറപ്പിക്കാൻ സത്യസന്ധതയ്ക്ക് പേരുകേട്ട ശിഷ്യൻ കണ്ടെത്തിയ വഴി ഒരു വാക്കിൻ്റെ ഒച്ച താഴ്ത്തിയ ഉച്ചാരണമായിരുന്നു. ശിഷ്യൻ്റെ സൽപ്പേരിനെ വിശ്വസിച്ച് ദ്രോണർക്ക് അവിടെ നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനായിരുന്നു. വ്യക്തമായ ലക്ഷ്യമുള്ളൊരു പ്രചരണവാക്യമായിരുന്നു അശ്വത്ഥാമ ഹത കുഞ്ചര. ശ്രോതാവിൻ്റെ കൊലപാതകവും വക്താവിൻ്റെ സൽകീർത്തിയുടെ സംരക്ഷണവും ഒരേ സമയം സാധ്യമാക്കുന്ന സാമർഥ്യമുണ്ട് ആ വാക്യത്തിൻ്റെ തത്വത്തിലും പ്രയോഗത്തിലും. നേർക്കുനേരെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയാത്ത എതിരാളിയുടെ ഊർജം പോർക്കളത്തിൽ വെച്ച് ഊറ്റിക്കളഞ്ഞത് ആ ആസൂത്രണ മികവാണെന്ന് നാം കാണണം. സമകാലീന മധ്യമ വായനയിൽ മഹാഭാരതത്തിലെ ഈ സന്ദർഭത്തിൻ്റെ എത്രയോ സമാനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദ്രോണരുടെ സ്ഥാനത്ത് മലയാളിയുടെ പൊതുബോധം, സത്യസന്ധതയ്ക്ക് പേരുകേട്ട യുധിഷ്ഠിരൻ്റെ സ്ഥാനത്ത് നിഷ്പക്ഷത നടിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന വ്യത്യാസമേയുള്ളൂ. അരപ്പുളി പറഞ്ഞതിന് യുധിഷ്ഠിരന് നരകം കാണേണ്ടി വന്നു എന്ന് ഐതിഹ്യം. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അല്പസത്യങ്ങൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. പെരുങ്കള്ളങ്ങളുടെ ആവർത്തനം, വാർത്തകളുടെ വക്രീകരണം, തമസ്കരണം, പർവ്വതീകരണം, നിസ്സാരവൽക്കരണം തുടങ്ങിയ പ്രചാരവേലകളുടെ സങ്കേതങ്ങൾ മാധ്യമവാർത്തയുടെ വ്യാകരണവും മുദ്രയുമായി മാറിയിരിക്കുന്നത് നാം കാണുന്നു. ഇതെങ്ങനെ പറ്റി എന്നതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോഴാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വന്ന മൂല്യശോഷണവും ആഗുളീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശേഷം വന്ന ലാഭമോഹ അധികാര ചിന്തകളുമാണ് മൂലകാരണം എന്ന് വ്യക്തമാകുന്നത്. ഇവയെ തുടർന്ന് മാധ്യമമേഖലയിൽ വന്ന അധികാര കേന്ദ്രീകരണം, ബഹുമേഖലാ കുത്തക, ആഗോളവൽക്കരണം, വാണിജ്യവൽക്കരണം എന്നിവയെല്ലാം മൂല്യങ്ങളെ മറന്ന് ലാഭേച്ഛയെ മാത്രം ആലിംഗനം ചെയ്യുന്ന കർമ്മപരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. ഛിദ്രമായ മാധ്യമപ്രവർത്തനം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത് അങ്ങനെയാണ്. സ്വാതന്ത്ര്യസമരകാലത്തെ മാധ്യമങ്ങളുടെ സത്യസന്ധതയെ പാടെ തകിടം മറിച്ചുകൊണ്ട് 50 കോപ്പി കൂടുമെങ്കിൽ 5 പോയിന്റ് GRP കൂടുമെങ്കിൽ ഏത് അസത്യത്തെയും അർദ്ധസത്യത്തെയും പൂർണ്ണ സത്യമായി അവതരിപ്പിക്കാൻ ഒരു മടിയും ഇവർക്കില്ലെന്ന് എത്രയോ തവണ ഇവർ തെളിയിച്ചു കഴിഞ്ഞു. ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഏത് ഹീനപ്രവൃത്തിയും ചെയ്യാനും ഇവർ തയ്യാറായി. ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും മാധ്യമ ചരിത്രത്തിൽ ഇത്തരം നിരവധി സന്ദർഭങ്ങൾ, പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടാനാവും. നമ്പി നാരായണീയം, ബിസ്ക്കറ്റ് രാജാവായ രാജൻ പിള്ള വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തിയ കഥ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പോയ ശേഷം അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി വെയിൽ ചിലവാക്കുന്ന തുകയുടെ കഥ, നടനും നിർമ്മാതാവും സംവിധായകനുമായ മധുവിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യൻ്റെ കഥ, ഒരു ആസ്ട്രേലിയൻ പത്രപ്രവർത്തകൻ ഈവിൾ ഏഞ്ചൽസ് എന്നൊരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന മധ്യവയസ്കനായ പുരോഹിതനും ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ കഥ, വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി സ്കൂളിൽ നടന്ന കുട്ടിയുടെ തിരോധാന സംഭവവും ഇതിനെ തുടർന്ന് ടീച്ചറുടെ വിചാരണയും അവരുടെ വീട് തകർക്കലും ആഴ്ചകളോളം പത്രങ്ങളും മാധ്യമങ്ങളും ആഘോഷിച്ച കഥ, ഇവയൊക്കെ അസത്യങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച കോമാളി കഥകളാണെന്ന് തെളിഞ്ഞപ്പോൾ മാനസിക പീഡനത്തിന്, ചവിട്ടീകരിക്കപ്പെട്ട നിഷ്കളങ്കതയ്ക്ക്, തകർക്കപ്പെട്ട കുടുംബ ബന്ധങ്ങൾക്ക് അധികൃതമോ അനധികൃതമോ ആയ മാപ്പ് പരിഹാരമായിട്ടുണ്ടോ എന്ന് നാം ദുഃഖത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ കറുത്ത കഥകൾ നമുക്കെല്ലാം അറിയാം. എവിടെയോ അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് ഒരു സംഘം നിർമ്മിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കാനുള്ള നുണക്കഥകൾ അടുത്ത ദിവസം എല്ലാ കുത്തപത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒരേപോലെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നതും തുടർന്ന് അതേക്കുറിച്ച് തുടർലേഖനങ്ങളും അന്തിച്ചർച്ചകളും സംഘടിപ്പിച്ചതും വാർത്തകളുടെ അപനിർമ്മാണമായിരുന്നു എന്ന് നാം കണ്ടു. സത്യത്തെ വക്രീകരിച്ചുകൊണ്ടും യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ടും പിണറായി വിജയനെ ലാവ്ലിൻ കരാറിൻ്റെ പേരിൽ വർഷങ്ങളോളം ഈ മാധ്യമവേതാളങ്ങൾ വേട്ടയാടുന്നതും നാം കണ്ടു. കോടതി അദ്ദേഹത്തെ പ്രതിയാക്കാൻ യാതൊരു കാരണവും ഇല്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടും തങ്ങളുടെ കുത്സിത പ്രവൃത്തികൾ കാലാകാലം തുടരുന്നതും നാം കണ്ടു. ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ CIA ചാരൻ എന്ന ആരോപണമുന്നയിച്ച് ഈ പേക്കോലങ്ങൾ ഉറഞ്ഞു തുള്ളിയത് നാം കണ്ടു.
ജനകീയാസൂത്രണ പരിപാടികളുടെ വിജയം കണ്ട് അന്താളിച്ച് അതിനെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകളോടെ ഈ സംഘം പ്രചാരണം നടത്തിയതും നാം കണ്ടറിഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നോണമാണ് 4 കൊല്ലത്തെ വികസന പരിപാടികളിലൂടെയും സമഗ്രമായ കാഴ്ചപ്പാടിലൂടെയും പ്രതിസന്ധി ഘട്ടങ്ങളിലും നിപ്പ, വെള്ളപ്പൊക്കം, കോവിഡ് എന്നീ സന്നിഗ്ധ ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് കരുതലും സംരക്ഷണവും ആശ്വാസവും നൽകുന്ന കാര്യത്തിലൂടെയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേടിയ മുന്നേറ്റത്തെയും ജനവിശ്വാസത്തെയും അട്ടിമറിക്കാൻ ഈ സംഘം പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ ഇപ്പോൾ തങ്ങളുടെ വിഷലിപ്തമായ പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുള്ളത്. ഇതിനെ എതിർത്തു തോൽപ്പിക്കാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം എന്നാണ് സത്യത്തിൻ്റെ പേരിൽ ആഘോഷിക്കപ്പെടുന്ന ഓണത്തിൻ്റെ കാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശിക്ഷിക്കപ്പെടുന്നതുവരെ കുറ്റവാളിയെ നിരപരാധിയായി കാണണമെന്നാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ. കുറ്റം ചാർത്തുന്നതും വിധി പറയുന്നതും മാധ്യമങ്ങളാവുമ്പോഴോ സത്യം മുഴുവൻ പറയണമെന്നില്ല, പറയുന്നത് സത്യമായിരിക്കണം എന്നായിരുന്നു ഇവിടെ സ്വാതന്ത്ര്യാനന്തര ശേഷമുള്ള ആദ്യ ദശകങ്ങളിലെ പത്രധർമ്മം. പിന്നീടാകട്ടെ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് പരിഷ്കരിച്ചു. പത്രം കൂടുതൽ ചെലവാക്കാനും GRP റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും തങ്ങളുടെ എതിരാളികളെ തേജോവധം ചെയ്യാനും അർദ്ധസത്യങ്ങളെയും അസത്യങ്ങളെയും മൂടുപടമണിയിച്ച് സത്യമാക്കി അവതരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന പുതിയ ധർമ്മശാസ്ത്രമാണ് അവർ വളർത്തിയെടുത്തത്. സത്യം കോലാഹലമല്ല, സത്യാന്വേഷണം പ്രകടനവുമല്ല. സത്യം തേടുന്ന യാത്രയിൽ ഒരാൾ ഒറ്റപ്പെട്ട പഥികരായിരിക്കും. സമസൃഷ്ടികളോടുള്ള സഹാനുഭൂതിയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുമാണ് അയാളുടെ വഴിവിളക്ക്. പത്രവും TV-യുമൊക്കെ ഒരു ഉപഭോഗ വസ്തുവാകുമ്പോൾ ഒരു പക്ഷേ ഈ വലിയ സിദ്ധാന്തങ്ങൾക്ക് ഏറെ പ്രസക്തി ഉണ്ടാവില്ല എന്ന് ഇന്നത്തെ പത്രങ്ങൾ നമ്മളോട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മാധ്യമ സാക്ഷരതയുടെ പുതിയ ബോധത്തിനായി ബഹുജനങ്ങളെ ബോധവൽക്കരിക്കലും പ്രധാനമാണ്. ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് വാർത്തകളെ വിഭവങ്ങളാക്കി പാകപ്പെടുത്തുന്ന രീതി പിന്തുടരുമ്പോൾ തങ്ങൾക്ക് വേണ്ടത് ഇതല്ല എന്ന് വ്യക്തമാക്കുന്ന വായനാ സമൂഹം രൂപപ്പെടണം. മാധ്യമങ്ങളുമായി പ്രതിവർത്തിക്കാൻ കഴിയുന്ന ഒരു സവിശേഷമായ ബോധനിലവാരം സൃഷ്ടിക്കപ്പെടണം. ജനാധിപത്യം ആവശ്യപ്പെടുന്ന ഈ സർഗോത്മകതയ്ക്ക് മാത്രമേ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായി കരുതപ്പെടുന്ന മാധ്യമങ്ങളെ ജനാധിപത്യവൽക്കരിക്കാനും പുനഃസൃഷ്ടിക്കാനും കഴിയും. ഈ ദിശയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് അപേക്ഷിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ വരാനും നിങ്ങളോട് ചില കാര്യങ്ങൾ സംവദിക്കാനും എനിക്ക് അവസരം നൽകിയ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയോടും പ്രത്യേകിച്ച് ചൈതന്യകൃഷ്ണൻ, മുസ്തഫ, ജയചന്ദ്രൻ, പത്മിനി ടീച്ചർ, മുരളി എന്നീ നേതാക്കളോടുമുള്ള സ്നേഹവും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. P.P. രാമചന്ദ്രൻ്റെ അതിപ്രസിദ്ധമായ ഒരു ചെറു കവിതയുണ്ട്, ലളിതം. നാം അത് ഓർമ്മിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലും എത്ര ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. മനുഷ്യർ ഭീതിയോടെ സ്വയം തടവിലാക്കപ്പെട്ട നനച്ചിരിക്കാത്ത സമയത്ത് ഒരു അശനിപാതം പോലെ വന്നെത്തിയ കോവിഡിൻ്റെ ഈ കെട്ടകാലത്തിൻ്റെ കത്തിയെരിയുന്ന ഗ്രീഷ്മത്തിനപ്പുറം സന്തോഷത്തിൻ്റെ പൂക്കാലമെത്തുന്ന ശുഭപ്രതീക്ഷ നമുക്ക് പുലർത്താം. അതാണ് ഈ ഓണം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ONV സാറിൻ്റെ അശാന്തി പർവം എന്ന കവിതയിലെ ശാന്തിതൻ സൗഗന്ധികം തിരഞ്ഞു പോക നാം ഈ അശാന്തി പർവ്വങ്ങളിൽ എന്ന അവസാന വരികൾ ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങളും ഓണാശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി. കാടുമല കാടു കൂടി പിണയുന്ന കാടുമല കാടു കൂടി പിണയുന്ന നാടാണ് നമ്മന്റെ പാലക്കാടി
സ്വീകരിച്ചു കിളച്ചു മറിച്ചതും വിത്തു വിതച്ചതും വേള പറിച്ചതും ഞാനേ കീഴാളൻ, കന്നിമണ്ണിന്റെ ചേലാളൻ. തേവി നനച്ചതും കൊയ്തു മെതിച്ചതും മോതിരക്കറ്റ മുഖപ്പുറം വെച്ചിട്ട് കാടി കുടിച്ചു വരമ്പായി കിടന്നതും ഞാനേ കീഴാളൻ, പുതുനെല്ലിന്റെ കൂട്ടാളൻ. ചെറു ചവിട്ടി കുഴച്ചു ചതുരത്തിൽ സൂര്യനെ കാണിച്ചുണക്കി അടുക്കി തീ കൂട്ടി ചുട്ടതും ഇഷ്ടിക കൂമ്പാരം തോളിലെടുത്തു നടന്നു തളർന്നതും ചാന്തും കരണ്ടിയും തൂക്കും മുഴക്കോലും ചന്തവും ചാലിച്ചു വീടു പണിഞ്ഞിട്ട് ആകാശക്കൂരയിൽ അന്തിയരിച്ചതും ഞാനേ കീഴാളൻ, നേടും തൂണിന്റെ കാരാളൻ. കട്ടമരത്തിൽ കടലിൽ കഴുത്തേറി കഷ്ടകാലത്തിന്റെ കൊല്ലി വല വീശി പൂവാലൻ ചെമ്മീനും മത്തിയും മക്കളും തീരത്തു നേദിച്ചു നേരമിരുണ്ടപ്പോൾ പൂളക്കിഴങ്ങു വിഴുങ്ങി തുലയ്ക്കുവാൻ ചാളക്കറിക്കു പൊതിച്ചു കയർത്തതും ഞാനേ കീഴാളൻ, കൊടുങ്കാറ്റിന്റെ തേരാളൻ. കണ്ടടം കുത്തി കുരുപ്പരുത്തി നട്ട് പഞ്ഞിക്ക പൊട്ടിച്ചു തക്കളി കൊരുത്തിട്ട് ആദിത്യരശ്മി പോലമ്പരാ നൂറിട്ട് രാപ്പകലില്ലാതെ ഓമൽ തെറിയോട് മല്ലിട്ട് തുല്ലിട്ടുടയാട നെയ്തതും നെഞ്ചു മറയ്ക്കാതെ ശീതത്തിരുന്നതും ഞാനേ കീഴാളൻ, ഉടുമുണ്ടിന്റെ നെയ്ത്താളൻ. ചന്ദനം കണ്ടതും കൊത്തി മണത്തതും വെട്ടിമറിച്ചു പുറന്തോടു ചെത്തിയിട്ട് ആനയും വ്യാളിയും സർപ്പവും സിംഹവും പത്തവാതാരവും കൊത്തിപ്പൊലിപ്പിച്ച് കട്ടൽ കടഞ്ഞതും തൊങ്ങലു വെച്ചതും കല്യാണത്തമ്പ്രാനും തമ്പ്രാട്ടിക്കുഞ്ഞിനും കന്നിരാവത്തു ചിരിച്ചു കളിക്കുവാൻ കാണിക്ക വെച്ചിട്ട് മാടത്തിൻ മുറ്റത്ത് പൂഴിക്കിടക്കയിൽ ഓലവിരിപ്പിന്മേൽ നക്ഷത്രം നോക്കി നശിച്ചു കിടന്നതും ഞാനേ കീഴാളൻ, ഉൾമരത്തിന്റെ വേരാളൻ, ഉൾമരത്തിന്റെ വേരാളൻ. കായൽക്കയങ്ങളിൽ മാലുകൊരുത്തിട്ട് തൊണ്ടു കുതിർത്തതും പോളയരിഞ്ഞതും റാട്ടുകറക്കിട്ട് പൊൻതാരു നൂത്തതും ചെല്ലിക്കു വിറ്റു ചിലവിനും പോരാഞ്ഞ് ചെല്ലക്കയറിൽ കുരുക്കിട്ടൊടുങ്ങിയോൻ ഞാനേ കീഴാളൻ, കരിമണ്ണിന്റെ ഊരാളൻ. പാർട്ടിയാപ്പീസിന്റെ നെറ്റിയിൽ കെട്ടുവാൻ രാത്രിയിൽ ചോരക്കിനാക്കൊടി തുന്നിയും നെഞ്ചോടു ചേർത്തു കരഞ്ഞും തെളിഞ്ഞും സങ്കടത്തീക്കനൽ തൊണ്ടയിൽ വെച്ചിട്ട് പിന്നിൽ നടന്നതും താണു ഞെരിഞ്ഞതും പിന്നെ കിനാവിൽ കലപ്പനാക്കായി വന്നു മണ്ണു തെളിച്ചു വിയർത്തു വിതച്ചതും ഞാനേ കീഴാളൻ, കുടിക്കമ്പിന്റെ നാക്കാളൻ. ഞാനേ കീഴാളൻ, കുടിക്കമ്പിന്റെ നാക്കാളൻ. കല്ലരിക്കഞ്ഞിയിൽ വെണ്ണിലാവുപ്പിട്ട് കണ്ണത്തക്കാവിലെ കാലനെ ചാറ്റിട്ട് ഒട്ടുപത്തായ കുരുക്കിൽ കുനിഞ്ഞിരുന്ന ആശയ്ക്കു വിത്തിട്ട് പോളത്തമാക്കിയിട്ട് കുട്ടിലും തട്ടി പുറന്തിരിഞ്ഞോടുന്ന ചൊക്കന്റെ പിന്നാലെ ആടും മനസ്സുമായി തീപിടിക്കുന്ന വിളഞ്ഞ പാടം പോലെ നായ്ക്കുട്ടി തട്ടി ഉടച്ച കുടം പോലെ വീണേ കീഴാളൻ, കണ്ണുനീരിന്റെ നേരാളൻ. എൻ വിയർപ്പില്ലാതെ ലോകമില്ല, എൻ ചോരയില്ലാതെ കാലമില്ല. എൻ വിയർപ്പില്ലാതെ ലോകമില്ല, എൻ ചോരയില്ലാതെ കാലമില്ല. എൻ വിരൽ തൊട്ടാൽ ചുവയ്ക്കുന്നു വൃക്ഷം, എൻ കണ്ണു വീണാൽ രതിക്കുന്നു പുഷ്പം. എൻ കാലനങ്ങിക്കിലുങ്ങും സമുദ്രം, എൻ തുടി കേട്ടാൽ തുടിക്കുന്നു മാനം. ഞാനേ കീഴാളൻ, കൊടുന്നോവിന്റെ നാത്താളൻ.
ഞാനേ കീഴാളൻ കൊടുന്നോവിന്റെ നാട്ടാളൻ മേലാള കഴുമരമേറി പിടഞ്ഞൊടുങ്ങുന്നേ കറുത്ത സൂര്യന്മാർ മേലാള കഴുമരമേറി പിടഞ്ഞൊടുങ്ങുന്നേ കറുത്ത സൂര്യന്മാർ കീഴാളത്തെരുവുകൾ തോറും മുളച്ചു പൊന്തുന്നേ കറുത്ത സൂര്യന്മാർ ഭൂലോക പെരുമഴ തുള്ളും തണുത്ത കൂരാപ്പിൽ വിശന്ന സൂര്യന്മാർ ഈരാളുകൾ 100 ആളുകളായി പരന്നുകേറുന്നേ വിശന്ന സൂര്യന്മാർ ഞാനെന്റെ ദുഃഖച്ചിന്തുകളും താളവുമായി പൂക്കൈതാമറ പറ്റുമ്പോഴേ കൂടെ വരും നീ ആദിത്യൻ കതിരുണരുമ്പോഴേ കൂടെ വരും നീ അണ്ണാറക്കണ്ണനുമായിട്ടേ കൂടെ വരും നീ ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിതാ ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ചോല പച്ചവള പൊന്നും തെളിക്കൊലുസ പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീളെ കിനാ കാണും ഒട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം ാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറപ്പറയോ പെണ്ണാളു കൊയ്തുവരും കച്ച നിറ പൊലിയാൻ നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവ തുടിതാള കൊടിയേറ്റം മത്സര കളിവള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ കണ്ടിരാട്ടം പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണു
കാറ്റിൽ ഇടയാറിൻ ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ